ഓക്കെ. ഒരു ടോപ്പിക്ക് കൂടി പറയാനുണ്ടായിരുന്നു CGI പ്രോഗ്രാമിനെ കുറിച്ച്. അന്ന് ഞാൻ ജസ്റ്റ് തുടങ്ങി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 4ാമത്തെ മൊഡ്യൂളിനകത്ത് നമ്മൾ ഡാറ്റാബേസ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ക്ലാസ്സിൽ പറഞ്ഞതാണ്. എങ്ങനെയാണ് ഡാറ്റാബേസ് പ്രോഗ്രാമിംഗ് ചെയ്യുന്നതെന്നൊക്കെ. ഡാറ്റാബേസിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോഗ്രാമിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നോട്ടൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പം നമ്മളിവിടെ ഈ CGI പ്രോഗ്രാം ഞാൻ ഒന്ന് തുടങ്ങിയത് മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ഒരു കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. അപ്പോൾ ഇതുകൂടി നിങ്ങളൊന്ന് കേട്ട് ഒന്ന് കണ്ടിട്ട് പോവുക പരീക്ഷയ്ക്ക്. അപ്പം എന്താണ് CGI പ്രോഗ്രാം? കോമൺ ഗേറ്റ്വേ ഇൻ്റർഫേസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് CGI എന്ന് വെച്ചാൽ. അതായത് നമ്മളൊരു കമ്പ്യൂട്ടറിനകത്ത് പ്രോഗ്രാം ചെയ്യുകയും ആ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യും. എന്നാൽ നമ്മളിപ്പം വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത് ഇൻ്റർനെറ്റ് വഴി വെബ്സൈറ്റ് ഉപയോഗിക്കുകയും ആ വെബ്സൈറ്റിലൂടെ ഒരു വ്യക്തി സെർവറിലേക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുകയും ആ ഇൻഫർമേഷൻ സെർവറിൽ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് തിരിച്ചു തരികയും ചെയ്യുന്ന ഒരു പ്രക്രിയ. അപ്പം ആ സെർവറിൽ റൺ ചെയ്യുന്ന ആ ആ ആ പ്രോഗ്രാം അല്ലെങ്കിൽ നമുക്ക് സെർവറിൽ ആ പ്രോഗ്രാം റൺ ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു തരിക. അതാണ് ഈ CGI പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ CGI പ്രോഗ്രാമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പം നമ്മൾ റിസൾട്ട് സെർച്ച് ചെയ്യുന്ന ഇപ്പോഴത്തെ ഡിഗ്രിയുടെ റിസൾട്ട് അല്ല, അതിന് മുമ്പൊക്കെ നമ്മൾ റിസൾട്ട് വരുമ്പോൾ എങ്ങനെയായിരുന്നു, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ രജിസ്റ്റർ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കും. എവിടെ? നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നുകൊണ്ട് അല്ലേ. ഒരു വെബ്സൈറ്റ് എടുത്തിട്ട് ആ വെബ്സൈറ്റിൽ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും സെർവറിൽ പോകും. സെർവറിലേക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ വഴി സെർവറിലെത്തിയിട്ട് അവിടെ ഒരു പ്രോഗ്രാം റൺ ചെയ്യും. ആ പ്രോഗ്രാം റൺ ചെയ്തിട്ട് തിരിച്ച് റിസൾട്ട് HTML ആയിട്ട് തിരിച്ചു തരും. ആ റിസൾട്ട് തിരിച്ച് നമ്മുടെ വെബ് പേജിൽ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ CGI പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ is a standard protocol used to enable web server to run external programs like Python script and generate dynamic content. അതായത് CGI പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ CGI എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളാണ്. കുറേ നിയമങ്ങൾ അല്ലെങ്കിൽ കുറേ റൂൾസാണ്. ഈ റൂൾസ് അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഒരു വെബ് സെർവറിനെ എന്ന് വെച്ചാൽ വെബ്സൈറ്റുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന സെർവറുകളെയാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. ഈ വെബ് സെർവറിനെ നമുക്ക് പൈത്തൺ പോലെയുള്ള പൈത്തൺ കോഡുകളെ റൺ ചെയ്യാൻ ഇനേബിൾ ചെയ്തു തരുന്ന അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഒരുക്കി തരിക എന്നുള്ളതാണ് CGI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. CGI സ്ക്രിപ്റ്റുകൾ എന്താണ്? സെർവറിൽ റൺ ചെയ്യുന്നു. CGI സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് പൈത്തണിൽ എഴുതാം, പേൾ എന്ന് പറയുന്ന ലാംഗ്വേജ് എഴുതാം, ജാവയിൽ എഴുതാൻ പറ്റുന്നു. അങ്ങനെ പല ലാംഗ്വേജുകളിൽ നമുക്ക് CGI പ്രോഗ്രാമുകൾ എഴുതാം. നമ്മളിവിടെ പൈത്തനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് സെർവറിൽ റൺ ചെയ്യുന്ന ഏതൊരു പ്രോഗ്രാമും നമുക്ക് CGI സ്ക്രിപ്റ്റ് എന്ന് പറയാം. അപ്പം അത് പൈത്തൺ എഴുതിയാലും ജാവ എഴുതിയാലും എങ്ങനെ എഴുതിയാലും CGI സ്ക്രിപ്റ്റ് റൺ ഓൺ സെർവർ സൈഡ്. ഇത് റൺ ചെയ്യുന്നത് നമ്മുടെ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലല്ല, സെർവറിലായിരിക്കും റൺ ചെയ്യുന്നത്. ആൻഡ് ചെയ്യാൻ പ്രോസസ്ഡ് ഡാറ്റ ഫ്രം HTML ഫോംസ്. എന്താണ്? HTML നിന്ന് നമ്മൾ കൊടുക്കുന്ന HTML ഫോംസ് ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ സെമ്മിലൊക്കെ പഠിച്ച കഴിഞ്ഞതിന് മുമ്പത്തെ സെമ്മിൽ പഠിച്ച ഫോമുകളുണ്ട്. HTML ഫോം ഉണ്ടല്ലോ, ഇങ്ങനെ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നതും ഡ്രോപ്പ് ഡൗൺ മെനു ക്രിയേറ്റ് ചെയ്യുന്ന, റേഡിയോ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്ന, ഇങ്ങനത്തെ ഫോമുകളുണ്ടല്ലേ നമുക്ക് ഈ വെബ്സൈറ്റിലൊക്കെ ഫില്ല് ചെയ്താൽ കൊടുക്കുന്നത്. ആ ഫോമിൽ നിന്നാണ് ഡാറ്റ എങ്ങോട്ട് പോകുന്നത്? ഈ സെർവറിലേക്ക് പോകുന്നത്. ആൻഡ് സെൻഡ് റെസ്പോൺസ് ബാക്ക് ടു ദ സെർവർ. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് തിരിച്ച് എങ്ങോട്ട് കൊടുക്കും? ബ്രൗസർ, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് മോസില്ല ഫയർഫോക്സ് അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം പോലുള്ളതിനേക്ക് അയച്ചു തരും. എന്നിട്ട് ആ റിസൾട്ട് കാണിച്ചു തരുന്ന അതിനെയാണ് ഈ ഫെസിലിറ്റിയാണ് എന്താണെന്ന് വെച്ചാൽ ഈ റൂളുകളാണ് എവിടെ പറഞ്ഞിരിക്കുന്നത്? CGI ഗേറ്റ്വേ ഇൻ്റർഫേസിനകത്ത് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് ഒരു CGI സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുന്നത്? പൈത്തൺ ഉപയോഗിച്ച് CGI സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഒരു മൊഡ്യൂൾ തന്നെ ഉണ്ട്, ബിൽറ്റ് ഇൻ മൊഡ്യൂൾ. CGI എന്ന പേരുള്ള ഒരു ബിൽറ്റ് ഇൻ മൊഡ്യൂൾ തന്നെ പൈത്തൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് CGI സ്ക്രിപ്റ്റുകൾ എഴുതാൻ. അപ്പോൾ CGI സ്ക്രിപ്റ്റുകൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? സെർവറിലാണ് വർക്ക് ചെയ്യുന്നത്. അത് വർക്ക് ചെയ്തിട്ട് CGI സ്ക്രിപ്റ്റുകൾ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങോട്ട് അയച്ചു തരും? തിരിച്ച് ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലേക്ക് അയച്ചു തരും. എന്താണ് HTTP ഹെഡർ? ബിഫോർ സെൻഡിങ് എനി കണ്ടൻറ്റ് ടു ദ ബ്രൗസർ, നമ്മൾ ബ്രൗസറിലേക്ക് ഈ CGI റൺ, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു കമ്പ്യൂട്ടറിനകത്തിരുന്ന് നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. സെർവർ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ, ഇവിടെയാണ് CGI പ്രോഗ്രാമുകൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുന്നു, ഇത് CGI റൺ ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കുന്നു അല്ലേ. അപ്പം ഇവിടെ ബിഫോർ സെൻഡിങ് എനി കണ്ടൻറ്റ് ടു ദ ബ്രൗസർ, അതായത് ഈ സെർവർ എന്തെങ്കിലും കണ്ടന്റ് തിരിച്ച് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് CGI സ്ക്രിപ്റ്റ് മസ്റ്റ് സെൻഡ് ആൻ HTTP ഹെഡർ ടു ഇൻഡിക്കേറ്റ് ദ ടൈപ്പ് ഓഫ് ദ കണ്ടന്റ്. ഈ CGI എന്താണോ എന്ത് ഡേറ്റയാണോ അയച്ചു കൊടുക്കുന്നത്, അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒരു HTTP ഹെഡർ എന്ന് പറയുന്ന ഒരു ഡേറ്റ എങ്ങോട്ട് അയച്ചു കൊടുക്കും? ഈ ക്ലയൻറ്റിലേക്ക് അയച്ചു കൊടുക്കും. അതായത് വരാൻ പോകുന്നത് ഏത് ടൈപ്പ് ഡേറ്റയാണെന്ന് ആ ഹെഡറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ബ്രൗസറിന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ബ്രൗസറിനകത്താണല്ലോ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിനെയാണ് HTTP ഹെഡർ എന്ന് പറയുന്നത്. അതായത് CGI ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ കണ്ടൻറ്റ് സെൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് HTTP ഹെഡർ എന്ന് പറയുന്ന ഒരു ഡേറ്റ, അതൊരു ടൈപ്പ് ഡേറ്റ തന്നെയാണ്. ഇങ്ങനെയായിരിക്കും അത് കാണപ്പെടുന്നത്. ഈ ഒരു ഡേറ്റ എങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു?
ബ്രൗസറിലേക്ക് അയച്ചു കൊടുക്കുന്നു. കാര്യം പുറകിൽ വരുന്നത് ഇന്ന ടൈപ്പാണെന്ന് കാണിക്കാൻ വേണ്ടി. ഇതാണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ്ട് കണ്ടൻറ്റ് ടൈപ്പ് കണ്ടോ, ടെക്സ്റ്റ് HTML എന്നൊക്കെ എഴുതി ടെക്സ്റ്റ് ഓർ HTML ആണ്. ദിസ് ടെൽ ദ ബ്രൗസർ ദാറ്റ് ദ ഔട്ട്പുട്ട് ഈസ് HTML കണ്ടൻറ്റ്. ഇങ്ങനെയാണ് ഈ CJ ഒരു HTTP ഹെഡർ അയക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ബ്രൗസറിന് മനസ്സിലാവും വരാൻ പോകുന്നത് ഒരു HTML ഫയലാണ് അല്ലേ. ദിസ് ടെൽ ദ ബ്രൗസർ ദാറ്റ് ദ ഔട്ട്പുട്ട് ഈസ് HTML കണ്ടൻറ്റ്. വരാൻ പോകുന്ന ഔട്ട്പുട്ട്, അതായത് ഈ CJയിൽ നിന്ന് വരുന്നത് ഒരു HTML കണ്ടൻ്റ് ആണ്. അതായത് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജോ അല്ലെങ്കിൽ ഒരു HTML കണ്ടൻ്റ് ആയിരിക്കും വരുന്നത് എന്ന് ഇങ്ങനെ ഒരു ഹെഡർ, ഈ രീതിയിലാണ് ഹെഡർ അയച്ചു കൊടുക്കുന്നതെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. സ്ലാഷ് സെപ്പറേറ്റ് ദ ഹെഡർ ഫ്രം ദ ബോഡി ഓഫ് ദ HTML. അതായത് ഈ സ്ലാഷിന് എന്തിനു വേണ്ടിയാണ് ഈ അവസാനം യൂസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ സെപ്പറേറ്റ് ദ ഹെഡർ ഫ്രം ദ ബോഡി ഓഫ് ദ HTML. അതായത് ഈ സ്ലാഷിന് ശേഷം എന്താണ് ഡേറ്റ കാണും അല്ലെങ്കിൽ കണ്ടൻറ്റ് കാണും, HTML കണ്ടൻറ്റ് കാണും. ഇതിന് മുന്നെന്ത് കാണും? ഇതാണ് HTTP ഹെഡർ എന്ന് പറയുന്നത്. ഇത്രയും സാധനങ്ങളുള്ള HTTP ഹെഡർ ശ്രദ്ധിക്കുക. HTTP ഹെഡർ എന്ന് പറയുന്നത് ഇത്രയും സാധനമായിരിക്കും. ഒന്നുകിൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒറ്റ പ്രിൻറ്റിനകത്ത് തന്നെ. ഇത്രയാണ് HTTP ഹെഡർ എന്ന് പറയുന്നത്. അതിനുശേഷം ഈ സ്ലാഷിന് കഴിഞ്ഞ് എന്തെങ്കിലും സെൻറ്റൻസോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ടൈപ്പാണ് യഥാർത്ഥത്തിൽ HTTP ഈ ഒരു ഹെഡറിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത എൻവയോൺമെൻറ്റ് വേരിയബിൾ എന്താണ്? എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, വേരിയബിൾ എന്ന് വെച്ചാൽ ഡേറ്റയെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു മെമ്മറി ലൊക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് വേരിയബിളിനകത്ത് കുറേ ഡേറ്റ ആയിരിക്കും ഉള്ളത്. ഇതെന്താണ് ഈ വേരിയബിളിനകത്തുള്ള ഡേറ്റ, എന്ത് ഇൻഫർമേഷനാണ് നൽകുന്നത് വെച്ചാൽ എബൌട്ട് ദ റിക്വസ്റ്റ്. അതായത് സെർവർ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും നമ്മളൊരു റിക്വസ്റ്റ് സെർവറിലേക്ക് കൊടുക്കുകയാണ് അല്ലേ, സെർവറിലേക്ക് കൊടുക്കുകയാണ്. അപ്പം ഈ റിക്വസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ റിക്വസ്റ്റ് എന്താണ് അല്ലേ, എബൌട്ട് ദ റിക്വസ്റ്റ് ആൻഡ് ദ ക്ലൈൻറ്റ് ഏതാണ്, ക്ലൈൻറ്റിൻ്റെ അഡ്രസ്സ്, ക്ലൈൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, അയച്ച റിക്വസ്റ്റ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന കുറേ വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. പൈത്തൺ ഈ എൻവയോൺമെൻറ്റ് വേരിയബിൾ ഉപയോഗിക്കാൻ വേണ്ടി പൈത്തൺ യൂസസ് ദ OS മൊഡ്യൂൾ ടു ആക്സസ് ദം. OS എന്ന് പറയുന്ന മൊഡ്യൂൾ, OS എന്ന് നമുക്കറിയാം കുറേ മൊഡ്യൂളുകളുണ്ട് അല്ലെ, ബിൽറ്റ് ഇൻ മൊഡ്യൂളുണ്ട്. എൻവയോൺമെൻറ്റ് വേരിയബിൾ ആക്സസ് ചെയ്യാൻ വേണ്ടി ഈ മൊഡ്യൂൾ ഉപയോഗിച്ചാണ് എൻവയോൺമെൻറ്റ് വേരിയബിൾ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പം ഇവിടെ നോക്കിയേ, ഇതൊരു എൻവയോൺമെൻറ്റ് വേരിയബിൾ HTTP യൂസർ ഏജൻറ്റ് എന്ന് പറയുന്നത് ഒരു എൻവയോൺമെൻറ്റ് വേരിയബിളിൻ്റെ പേരാണ്. ഇതൊരു എൻവയോൺമെൻറ്റ് വേരിയബിളിൻ്റെ പേരാണ്. അങ്ങനെ കുറേ വേരിയബിളിൻ്റെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻവയോൺമെൻറ്റ് വേരിയബിൾസിൻ്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് ആണ്. പേരിൻ്റെ എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ ഇതിനകത്തെല്ലാം പല ടൈപ്പ് ഡേറ്റ ആയിരിക്കും. റിക്വസ്റ്റ് മെത്തേഡ്, കൊറി സ്ട്രിങ്, കണ്ടൻറ്റ് ടൈപ്പ്, എന്ത് കണ്ടൻറ്റാണ്, നേരത്തെ പറഞ്ഞ കണ്ടൻറ്റ് ടൈപ്പ്, HTTP യൂസർ ഏജൻറ്റ്, റിമോട്ട് അഡ്രസ്സ്, അങ്ങനെ പല രീതിയിൽ. അപ്പോൾ ഇതൊക്കെ എന്താണ്, കുറേ എൻവയോൺമെൻറ്റ് വേരിയബിൾസിൻ്റെ പേരാണ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. എൻവയോൺമെൻറ്റ് വേരിയബിൾസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പറയാം. അപ്പോൾ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലയൻറ്റിൽ നിന്നും റിക്വസ്റ്റ് സെർവറിലേക്ക് പോകുമ്പോൾ ആ ക്ലയൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ അല്ലെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഏതിനകത്തായിരിക്കും, ഈ എൻവയോൺമെൻറ്റ് വേരിയബിൾസിനകത്തായിരിക്കും. ഈ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് CJ സ്ക്രിപ്റ്റിനകത്ത് ഓപ്പൺ ചെയ്ത് വായിക്കാവുന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ്, ഏത് ക്ലയൻറ്റിൽ നിന്നാണ് വന്നത്, എന്താണ് വന്നതെന്നും കാര്യങ്ങളും എല്ലാം ഈ വേരിയബിൾസ് നിന്ന് CJക്ക് മനസ്സിലാക്കാൻ പറ്റും. CJ പ്രോഗ്രാമുകൾക്ക് സെർവറിൽ നിന്ന് അതിനെ മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ഹാൻഡിലിംഗ് ഫോംസ്. നമ്മൾ പറഞ്ഞു ഫോമുണ്ട്, HTML ഫോമുകളുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ സെമ്മിൽ പഠിച്ച് ഇങ്ങനത്തെ ഫോമുകളുണ്ട്. ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടിയും, നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടിയും, അഡ്രസ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടിയും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബട്ടനൊക്കെ, ഓക്കെ ബട്ടൺ, ഇതിനാണല്ലോ ഫോമുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഫോമിൽ നിന്ന് വരുന്ന ഡേറ്റ എങ്ങോട്ട് പോകുന്നു, സെർവറിലേക്ക് പോകുന്ന ഡേറ്റ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഈ ഫോമിൽ നിന്ന് നമുക്കറിയാം ഇപ്പം ഫോം ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. ഫോം എന്ന് പറയുന്ന ആക്ഷൻ, മെത്തേഡ്, രണ്ട് ആട്രിബ്യൂട്ടാണ്. നമുക്കറിയാം HTML ടാഗിനകത്ത് കൊടുക്കുന്ന അഡീഷണൽ ഇൻഫർമേഷനാണ് ആട്രിബ്യൂട്ട് എന്ന്. ഈ ഫോമിന് കൊടുക്കാൻ പറ്റുന്ന രണ്ട് ആട്രിബ്യൂട്ടാണ് ആക്ഷനും മെത്തേഡും എന്ന് പറയുന്നത്. ഈ ആക്ഷൻ്റെ വാല്യൂ ആയിട്ട് കൊടുക്കുന്നത് എപ്പോഴും ഈ സെർവറിൽ കിടക്കുന്ന CJ പ്രോഗ്രാമിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. സെർവറിൽ കിടക്കുന്ന, അതായത് ഇവിടെ നിന്ന് പോകുന്ന ഡേറ്റ സെർവറിലേക്ക് പോകുമല്ലോ, ആ സെർവറിൽ കുറേ പ്രോഗ്രാമുകളുണ്ടല്ലോ, ആ പ്രോഗ്രാമിൻ്റെ പേരായിരിക്കും ആക്ഷനകത്ത് കൊടുക്കുന്നത്. മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ട ഏത് രീതിയിലാണ് ഈ ഡേറ്റ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. അത് പോസ്റ്റും ഉണ്ട്, ഗെറ്റും ഉണ്ട്. രണ്ട് വാല്യൂസാണ് കൊടുക്കുന്നത്, മെത്തേഡായിട്ട് പോസ്റ്റും ഗെറ്റും. അതിനുശേഷം ഈ ഫോം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഇൻപുട്ട്. ഇങ്ങനെ ഒരു ഫോം ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ഫോം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഈ ഒരു ഫോം വെച്ച് ഈ ഫോം നമുക്കറിയാം, ഡിസൈൻ ചെയ്യാൻ അറിയാം. ഈ ഫോം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നെയിം എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടാവും. നെയിം കഴിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും അല്ലേ, ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും. അത്രേ മാത്രമേ ഉള്ളൂ. വേറെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടെക്സ്റ്റ്, അതിൻ്റെ നെയിമും, അതായത് ടെക്സ്റ്റ് ബോക്സിൻ്റെ നെയിം എന്ന് തന്നെയാണ്. അതേപോലെ ഒരു സബ്മിറ്റ് ബട്ടൺ അല്ലെ, ഒരു സബ്മിറ്റ് ബട്ടനും ഉണ്ട്. ഇത്രയല്ലേ ഉള്ളൂ ഈ ഒരു ഫോമിനകത്ത്. ഓക്കെ, ഈ ഫോമിനകത്ത് ഇത്രയേ ഉള്ളൂ.
ഓക്കെ, ഈ ഫോമിനകത്ത് ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഫോമിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ സബ്മിറ്റ് ചെയ്ത ഡാറ്റ, ഇപ്പോൾ ഇതിനകത്ത് ഞാൻ മനു ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഡാറ്റ എങ്ങോട്ട് വരണം, എങ്ങോട്ടാണ്, ഏത് പ്രോഗ്രാമിലേക്കാണ്, സെർവറിൻ്റെ ഏത് പ്രോഗ്രാമിലേക്കാണ് പോകേണ്ടതെന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പോകേണ്ട മെത്തേഡ്, ഏത് രീതിയിൽ വേണം ഈ ഡാറ്റ സഞ്ചരിക്കേണ്ടത്, പോസ്റ്റ് ആയിട്ടാണോ അതോ ഗെറ്റ് ആയിട്ടാണോ എന്നുള്ളതാണ്. പോസ്റ്റും ഗെറ്റും വ്യത്യാസമുണ്ട്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈത്തൺ നമ്മൾ സെർവറിൽ കിടക്കുന്ന കോഡൊന്ന് നോക്കാം. സെർവറിൽ നിന്നാണ് എഴുതിയിരിക്കുന്ന പൈത്തൺ കോഡ് ഇങ്ങനെയായിരിക്കും. ഇമ്പോർട്ട് CJ എന്ന് പറയുന്ന മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്തു. CJ.ഫീൽഡ് സ്റ്റോറേജ്, അതായത് CJ.ഫീൽഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുകയാണ്. CJ എന്ന് പറയുന്ന മൊഡ്യൂളിനകത്ത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുകയാണ്. അതിൽ നിന്നും എന്ത് ചെയ്യും, അതിൽ നിന്ന് റിട്ടേൺ ചെയ്യും. നമ്മുടെ ഫോമിൻ്റെ ഡീറ്റെയിൽസ് അതിൽ നിന്ന് റിട്ടേൺ ചെയ്യും. എന്നിട്ട് form.getValue നെയിം, അതായത് നമുക്ക് ഇവിടുന്ന് വന്ന ഫോമിൻ്റെ ഈ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നു, ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. form.getValue നെയിം, അതായത് ഇവിടെ നിന്ന് വന്ന ഈ നെയിമിനെ, അതായത് നമ്മൾ ഇവിടെ ഈ ഫോമിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത ഇവിടെ വർക്ക് ചെയ്യുന്ന കാര്യമാണ് ഈ കോഡ്. കണ്ട് ഈ കോഡ് എവിടെ വർക്ക് ചെയ്യുന്നത്, സെർവറിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടല്ലോ. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇവിടുന്ന് മനു എന്നുള്ള വാല്യൂവിനെ എവിടെ കിട്ടും, ഈ നെയിമിനകത്തേക്ക് കിട്ടും. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് തിരിച്ച് എന്ത് ചെയ്യുന്നു, ഇത് തിരിച്ച് സെർവറിലേക്ക്, തിരിച്ച് ക്ലയൻറ്റിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഇവിടുന്ന് ക്ലയൻറ്റിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ആദ്യം ഹെഡർ അയച്ചു കൊടുക്കുന്നു, ഇതാണ് HTTP ഹെഡർ. അതിൻ്റെ പുറകെ ഹലോ മനു എന്ന് പറഞ്ഞ് ഒരു ഡാറ്റ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. ഓക്കെ, അടുത്ത റേഡിയോ ബട്ടൺ വെച്ചുള്ള ഒരു പ്രോഗ്രാം. ഓക്കെ, റേഡിയോ ബട്ടൺ വെച്ചു ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, റേഡിയോ ബട്ടൺ ഉപയോഗിച്ചിട്ടുള്ള. അപ്പോൾ ഈ അവസാന നിമിഷം അത് നിങ്ങൾ നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, ആ ഒരെണ്ണമെങ്കിലും നോക്കും ആദ്യം പറഞ്ഞത്. ഇനി ഇതിനകത്ത് ഇപ്പോൾ ചെക്ക് ബോക്സ് ഒക്കെ ഉണ്ട്, ടെക്സ്റ്റ് ഏരിയ പോകുന്നുണ്ട്, എല്ലാം അതേപോലെ തന്നെ. ഇനി കുക്കീസ് എന്താണ് ഈ കുക്കീസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുക്കീസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ഓൺ ദ ക്ലയൻറ്റ് ബ്രൗസേഴ്സ്. ക്ലയൻറ്റ് ബ്രൗസറുകളിൽ, അതായത് നമ്മളൊരു ഇൻ്റർനെറ്റ് എടുക്കുന്ന അവസരത്തിൽ നമുക്കറിയാം, നമ്മൾ ഇൻ്റർനെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പല സെർവറിൽ നിന്ന് വരുന്ന പല വെബ്സൈറ്റുകളുടെയും ഇൻഫർമേഷൻസ് എവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയാണ് കുക്കീസ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പിന്നീട് ആ വെബ്സൈറ്റ് എടുക്കുന്ന അവസരത്തിൽ കുറച്ച് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് സംഭവിക്കുന്നത്, ഈ കുക്കീസ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ പല വെബ്സൈറ്റിൽ കയറുമ്പോൾ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാറില്ലേ, അക്സെപ്റ്റ്. അപ്പോൾ ആ അക്സെപ്റ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ സെർവർ നമ്മുടെ അനുവാദം ചോദിക്കുകയാണ്, കുറച്ച് ഡാറ്റ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യട്ടെ, നിങ്ങളുടെ മൊബൈലിൽ സ്റ്റോർ ചെയ്യട്ടെ എന്ന്. നമുക്കിതൊരു ഒരു കണത്തിൽ ഗുണമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ വെബ്സൈറ്റ് എടുക്കുമ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് ആ വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കുക്കീസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ഓൺ ദ ക്ലയൻറ്റ് ബ്രൗസർ. ക്ലയൻറ്റ് ബ്രൗസറിനകത്ത്, അതായത് നമ്മൾ ഗൂഗിൾ ക്രോമോ, മൊസില്ല ഫയർഫോക്സിലോ അങ്ങനെയുള്ള ബ്രൗസറിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഡാറ്റ സെർവറിൽ നിന്ന് വരുന്ന ആ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കുക്കീസ് എന്ന് പറയുന്നത്. ഈ കുക്കീസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പൈത്തണിനകത്ത് ഒരു കുക്കീസ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ തന്നെയുണ്ട്. കുക്കീസിന് വേണ്ടി ഒരു മൊഡ്യൂൾ തന്നെയുണ്ട് കുക്കീസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഇമ്പോർട്ട് HTTP.cookiesനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുക്കീസിനെ സെർവറിനകത്ത് റീഡ് ചെയ്യാൻ പറ്റും. കുക്കീസിനെ സെർവറിനകത്ത് റീഡ് ചെയ്യാൻ സഹായിക്കും. കുക്കീസിൻ്റെ വാല്യൂസൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം സെർവർ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കുക്കീസിൻ്റെ വാല്യൂസൊക്കെ, ഇത് നിങ്ങൾ പേരൊന്നും എഴുതി വെക്കരുത് കേട്ടോ, ഇതിനകത്തിൻ്റെ പേര് വന്നു, സോറി. പേരൊന്ന് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഒരിക്കലും യൂണിവേഴ്സിറ്റി എക്സാമിനകത്ത് നിങ്ങളുടെ പേരുകളോ ഓക്കെ പേര് എഴുതിക്കോളൂ, എന്നാലും ഐഡൻറ്റിഫിക്കേഷൻ വരുന്ന രീതിയിലുള്ള ഒന്നും തന്നെ എഴുതരുത്. നിങ്ങളുടെ സ്വന്തം പേരൊന്നും എഴുതരുത്, വേറെ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും പേര് എഴുതിയാലും കുഴപ്പമില്ല, അല്ലാതെ സ്വന്തം പേര് എഴുതിയും കോളേജിൻ്റെ പേരൊന്നും എഴുതരുത് കേട്ടോ. ഒരു കുക്കി എങ്ങനെയാണ് റിട്ടേൺ, അപ്പോൾ കുക്കീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായില്ല. എന്താണ്, ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന അവസരത്തിൽ ആ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡേറ്റാസ് നമ്മുടെ വെബ് ബ്രൗസറിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ആ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഡേറ്റയാണ് നമ്മൾ കുക്കീസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പിന്നീട് ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന അവസരത്തിൽ കുറച്ച് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് കുക്കീസ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ കുക്കീസിൻ്റെ കോഡാണ്, കുക്കീസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, അതേപോലെ അതെങ്ങനെയാണ് അത് പൈത്തൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ആ കുക്കീസിനെ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു കോഡ് കൂടിയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളൂ, വിട്ടുപോയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വായിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. ഓക്കെ.